ബി.ജെ.പിയെ അധികാരത്തിലെത്തിക്കുകയാണ് പാർട്ടി ദേശീയ നേതൃത്വം ഏൽപ്പിച്ച ദൗത്യം. അത് നടത്തിയിട്ടേ പോകൂ എന്ന് രാജീവ് ചന്ദ്രശേഖർ. മാറ്റം കൊണ്ടുവരിക എന്ന ദൗത്യം നൽകിയാണ് ബി.ജെ.പി കേന്ദ്ര നേതൃത്വം രാജീവ് ചന്ദ്രശേഖറിനെ കേരളത്തിന്റെ സംഘടനാ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. ആ മാറ്റം കേരളത്തിൽ ഉണ്ടാകണമെങ്കിൽ 19% വോട്ട് വിഹിതം ഉയർത്തി ബി.ജെ.പിക്ക് രാഷ്ട്രീയ വിജയം നേടാൻ കഴിയണം. ഇതിനുള്ള തുറുപ്പുചീട്ടായാണ് രാജീവ് ചന്ദ്രശേഖറിനെ ബി.ജെ.പി അവതരിപ്പിച്ചിരിക്കുന്നത്. അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്ത ശേഷം രാജീവ് ചന്ദ്രശേഖർ തന്നെ ഇക്കാര്യം വെളിപ്പെടുത്തിയിരുന്നു. കേരളത്തിലെ ബി.ജെ.പി പ്രവർത്തകരുടെ ശക്തി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പോടെയാണ് മനസ്സിലായതെന്നും 35 ദിവസം കൊണ്ടുള്ള പ്രചാരണത്തിൽ 3.5 ലക്ഷം വോട്ട് പിടിക്കാനായത് ഇവിടുത്തെ പ്രവർത്തകരുടെ മിടുക്കും കഴിവുകൊണ്ടാണെന്നും അദ്ദേഹം പറഞ്ഞു. മാരാർജി മുതൽ സുരേന്ദ്രൻ വരെയുള്ളവർ കഠിനാധ്വാനം ചെയ്തിട്ടാണ് ഇവിടം വരെ എത്തിയത്. കേരളത്തിലെ 2 പാർട്ടികൾ പാലിക്കപ്പെടാത്ത വാഗ്ദാനം നൽകിയതിനാൽ ആളുകൾക്ക് അവരിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. കേരളം വളരണം, കുട്ടികൾക്ക് മികച്ച ഭാവി സൃഷ്ടിക്കണം, സംരംഭങ്ങൾ വരണം. അതാണ് ബി.ജെ.പി ലക്ഷ്യം വെക്കുന്നതെന്നും കേരളത്തിൽ വളരെയധികം സാധ്യതകളുണ്ടെന്നും ചന്ദ്രശേഖർ പറഞ്ഞു. തകർന്നു കിടന്ന ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ മോദി മികച്ചതാക്കി. ബി.ജെ.പി പുതിയ ഇന്ത്യയാക്കി മാറ്റി. അവസരങ്ങളുള്ള സ്ഥലത്തേക്കാണ് യുവത്വം പോകുന്നത്. സംസ്ഥാനത്തു നിന്നും യുവത്വം പോയാൽ നിക്ഷേപങ്ങൾ ഇവിടെ വരില്ല. ഒരു ടീമായി നമുക്ക് ഓരോ വീട്ടിലും വികസന സന്ദേശം എത്തിക്കണം. വികസിത ഇന്ത്യ പോലെ വികസിത കേരളം ഉണ്ടാകണം. ഇന്ത്യയുടെ ദുർബല സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് 4ാം സ്ഥാനത്തേക്ക് എത്തിച്ചിരിക്കുന്നത് പറഞ്ഞത് ചെയ്യുമെന്ന മോദി സർക്കാരിന്റെ നയമാണ്. കേരളത്തിലും ഞങ്ങളുടെ ദൗത്യം അതാണെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. എന്നാൽ ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷനായി നിയോഗിച്ചുകൊണ്ടുള്ള ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് ഫേസ്ബുക്ക് പോസ്റ്റായി രാജീവ് ചന്ദ്രശേഖർ ഗുരുസൂക്തം പങ്കുവച്ചിരുന്നു. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക, പ്രയത്നം കൊണ്ട് സമ്പന്നരാകുക എന്ന വാചകമാണ് രാജീവ് ചന്ദ്രശേഖർ പങ്കുവച്ചത്. ബി.ജെ.പിയെ സംബന്ധിച്ച് SNDP പിന്തുണ നിർണായക സാഹചര്യത്തിലാണ് കുറിപ്പ് എന്നത് ശ്രദ്ധേയമാണ്. അതിനിടെ നരേന്ദ്രമോദിക്ക് വേണ്ടി നമ്മൾ കേരളം മൊത്തം എടുക്കാൻ പോകുന്നുവെന്നായിരുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രതികരണം. പല പ്രദേശങ്ങളും നമ്മൾ എടുക്കാൻ പോവുകയാണ്. നരേന്ദ്രമോദിക്ക് വേണ്ടി കേരളം മൊത്തം എടുക്കാൻ പോകുന്നു. അമിത്ഷായ്ക്ക് വേണ്ടി, നിർമ്മല സീതാരാമന് വേണ്ടി, മറ്റ് ബി.ജെ.പി നേതാക്കൾക്ക് വേണ്ടി കേരളം എടുക്കാൻ പോവുകയാണെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ വാക്കുകൾ. ആ ഊർജം കൊണ്ട് നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ സാധിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു.